ഹായ് ഗായ്സ്, തൊയ്യബ് മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം. മഴ, നല്ലോണം മഴ പെയ്യുന്നുണ്ടല്ലേ. ജാഗ്രതയില്ല, സംരക്ഷണമില്ല, അങ്ങനെയുള്ളൊരു നീക്കുപോക്കുകൾ രാജ്യത്ത് സംഭവിക്കുന്നുണ്ട്. മഴ ശക്തമാകുന്നു. എപ്പോൾ തുടങ്ങിയ മഴയാണ്? ജൂൺ ജൂലൈ തുടങ്ങേണ്ട മഴ വൈകിയാണ് മഴ വന്നത്. പക്ഷേ കാലാവസ്ഥ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ന്യൂനമർദ്ദം കാരണമാണ് ഈയൊരു പ്രശ്നം നമുക്ക് വരേണ്ടി വന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം ബംഗാൾ ഉൾക്കടലിൽ പ്രശ്നം വന്നാൽ നമുക്ക് തന്നെയാണ് പ്രശ്നം കിട്ടും, നമുക്ക് തന്നെയാണ് പണി എന്ന് പറയുന്നു. ഇപ്പോൾ ബിഗ് ബോസ് പോലെയായി. ഇപ്പോൾ റബിയവലും ഓണവുമൊക്കെ ഒന്നിച്ചു വന്ന് അങ്ങനെയും തമ്മിൽ തല്ലുന്ന ഒരു നിമിഷങ്ങളിലൂടെയാണ് പോകുന്നത്. കാരണം മതം നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാവരെയും ഇഷ്ടപ്പെടുത്തണം, എല്ലാവരെയും ഇഷ്ടപ്പെടണം, എല്ലാവരെയും ഒരുപോലെ കാണണം എന്നാണ്. പക്ഷേ ചില മത വേർപാട് സംഭവിക്കുന്ന വിള്ളലുകൾ തിരിച്ചറിയുന്നില്ല. എല്ലാ മതത്തിലുമുണ്ട്. മുസ്ലിം മതത്തിലുണ്ട്, ഹിന്ദു മതത്തിലുണ്ട്, ക്രിസ്ത്യാനി മതത്തിലുണ്ട്. എല്ലാ മതവും നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ജാതി, ഒരു മതം, ഒരു മനുഷ്യനാണ്. അപ്പോൾ ഒരാളെ നമ്മൾ വിശ്വസിച്ചാൽ മതിയല്ലോ, അത് കർമ്മയാണ്. പക്ഷേ നമ്മൾ അത് മനസ്സിലാക്കുന്നു. പക്ഷെ ചില ആൾക്കാർ മതത്തിന് വേണ്ടി തമ്മിലടിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് തന്നെയാണ് നമ്മുടെ നാടിന്റെ പോക്കും. ആ പോക്കിനനുസരിച്ച് നമ്മളെ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ഓണം ആഘോഷിക്കരുത്, റംസാൻ ആഘോഷിക്കരുത്, ഈദ് ആഘോഷിക്കരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മഴ കാരണം അത് ഈ പറയുന്ന ആഘോഷങ്ങളെല്ലാം തൊലഞ്ഞു പോയിട്ടുമുണ്ട്. സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഒരു ആഘോഷങ്ങളിലും പങ്കെടുത്തിട്ടില്ല. കാരണം ഇതാണ് സ്ഥിതി. ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജന്മദിനം പോലും ആഘോഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. കടുത്ത അമർഷമുണ്ട്. കാരണം ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പണം നമുക്ക് ചെലവഴിക്കാനുള്ളതാണ്. പണം പോലും നമ്മുടെ കൈകളിൽ വരരുതെന്ന് ആലോചിക്കുന്ന കുടുംബ ശത്രുക്കളുണ്ടാകും. അത്തരത്തിലുള്ളവരോട് നമ്മൾ എന്താണ് പറയേണ്ടത്? നമ്മുടെ കൈകളിലും പണം വേണം, അവരുടെ കൈകളിലും പണം വേണം. പക്ഷെ മഴ എല്ലാവർക്കും ഒരുമിച്ചാണ് കിട്ടുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, കാലത്തിന്റെ ഗതി അനുസരിച്ച് മനുഷ്യന് ചിന്തിക്കാൻ കഴിയില്ല. കാലാവസ്ഥയുടെ പരിജ്ഞാനത്തിന്റെ മുന്നിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഇവിടെയൊക്കെ ഓരോ മതങ്ങൾ ഓരോ നിശ്ചയങ്ങളാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അവർ നല്ലത് പറയും. പക്ഷെ റോഡ് സൈഡുകളിലോ സഞ്ചാരികൾക്കോ ഒരു നല്ലൊരു കാര്യം ചെയ്യില്ല. ഒരു വണ്ടി അവിടെ വെക്കാനോ അവിടെ കാർ പാർക്ക് ചെയ്യാനോ നമ്മളെ നാട്ടിൽ നമ്മളെ സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല. സ്വാതന്ത്ര്യം കിട്ടിയത് പണക്കാർക്ക് മാത്രമാണ്, സാധാരണക്കാർക്കല്ല. നമ്മൾ വോട്ട് കൊടുക്കുന്നത് ഒരു MLA, ഒരു മന്ത്രി, അങ്ങനെയൊക്കെ ആക്കാനാണ്, അല്ലാതെ ജനങ്ങളെ സംരക്ഷിക്കാനല്ല. ഈ ജനത ഓടുന്നതും നമ്മൾ തെറ്റ് പറയണം, നമ്മളെ ജനതയെ തന്നെ തെറ്റ് പറയണം. ഇവന്മാരെയൊക്കെ അവിടെ ഇരുത്തുന്നുണ്ടല്ലോ, ഇവരാരാ എന്താ എന്നൊരു തിരിച്ചറിവിലൂടെ അല്ലാതെ നമ്മൾ ഒരാൾക്കും ഇപ്പൊ ബിഗ് ബോസ് തന്നെ അവിടെ നിൽക്കടാ, അവിടെ നിൽക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ല. നീ പോകുന്നെങ്കിൽ പോണം. നിനക്ക് പോകാനുള്ളത് നിന്റെ വഴികളിലേക്ക് ആരും ഗേറ്റ് അടക്കില്ല, തുറന്നു തന്നെ നിൽക്കും. ആ തുറക്കൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറില്ല. പോകേണ്ടവർ പോട്ടെ, അവിടെ പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തിനാണ് ശ്വാസം മുട്ടിച്ച് ജീവിപ്പിക്കുന്നത്? ഈ ഒരു കാലഘട്ടത്തിന്റെ പോക്കിൽ വളരെ സങ്കടത്തോടെ ഞാൻ പറയുകയാണ്, എന്താണ് നമ്മുടെ കാലത്തിന്റെ അവസ്ഥ? കാലാവസ്ഥയുടെ അവസ്ഥ എന്താ? ബംഗാൾ ഉൾക്കടലിൽ വലിയൊരു സമ്മർദ്ദങ്ങൾ പുറപ്പെട്ടപ്പോൾ നമ്മുടെ നാട്
വളരെ ശൈശിച്ച പോലത്തെ ഒരവസ്ഥയായി. ആഘോഷങ്ങളും എല്ലാം മഴയിൽ ഒലിച്ചുപോയി. മതങ്ങളുടെ പേരിലായാലും രാഷ്ട്രീയക്കാരന്റെ പേരിലായാലും സ്വച്ഛ ചിന്തകന്മാരുടെ കാര്യത്തിലായാലും ഏത് ജനാധിപത്യത്തിലായാലും നമ്മൾക്ക് മനുഷ്യർക്ക് ഇത്തിരി സന്തോഷമാണ് കിട്ടേണ്ടത്, സമാധാനമാണ് കിട്ടേണ്ടത്. ആ സമാധാനമില്ലെങ്കിൽ ഒരു ആഘോഷത്തിന് പങ്കെടുക്കാൻ അവന്റെ മനസ്സ് ഉണരുകയില്ല, അവന്റെ നിർബന്ധിക്കില്ല. സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. സത്യസന്ധത എന്നത് വ്യക്തിയുടെ മുദ്ര പോലെയാണ്. ഇവിടെ ജനങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മഴയിൽ പോയി മഴ സങ്കടമാകേണ്ട കാരണം എന്താണ്? വളരെ വളരെ വിഷമാണ് നമ്മളൊക്കെ ഇപ്പോൾ മനുഷ്യരുടെ ഉള്ളിലേക്ക് കയറി കൂടിയിരിക്കുന്നത്. ന്യൂനമർദ്ദങ്ങൾ, ബംഗാൾ ഉൾക്കടലിന്റെ ന്യൂനമർദ്ദം, അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിലൊരു വിഷം കിടപ്പുണ്ട്. ആ കടലിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തെ പോലും ഇപ്പൊ വിശ്വസിക്കാൻ പറ്റില്ല. ന്യായമല്ലേ അത് തിരിച്ചറിയാതെ മുസ്ലിം മതങ്ങളും ഹിന്ദു മതങ്ങളും ഒക്കെ ഒരുപാട് വിചിത്രമായ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ബ്ലോഗറാണ്, നമ്മൾ ആരെയും വിമർശിക്കാനും അല്ല ഇത് പറയുന്നത്. സത്യാവസ്ഥയെ കാണാൻ ആരും കണ്ണ് തുറക്കില്ല എന്നതാണ്. നമുക്കൊരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിന്റെ ന്യൂനമർദ്ദം എന്തൊക്കെയാണെന്ന്, അതെവിടെയൊക്കെയാണ്, ഏതൊക്കെ ജില്ലകളിലാണ് എന്നത് നമുക്കൊന്ന് നോക്കാം. ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും മഴ ശക്തമാവുകയാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴ കേരളത്തിൽ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ പറയുന്നത്. ഏതൊക്കെ ജില്ലകളിൽ എങ്ങനെയൊക്കെ മഴ മുന്നറിയിപ്പ് എന്നുള്ള കാര്യം പരിശോധിക്കുന്നു. തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പില്ല. നേരെ മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. അതായത് ഒറ്റപ്പെട്ട ശക്തമായ മഴ. അതിന്റെ കാരണം പ്രത്യേകിച്ച് ഈ ബംഗാൾ ഉൾക്കടലിൽ ഇപ്പോൾ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ആ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കൂടിയാണ് മഴ ശക്തമായി പെയ്യുന്നത്. വടക്കൻ കേരളത്തിൽ ജാഗ്രത വേണം, പ്രത്യേകിച്ച് മലയോര മേഖലകളിലടക്കം ജാഗ്രത വേണം എന്നുള്ള നിർദ്ദേശമുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർ ശ്രദ്ധിക്കണം എന്നുള്ള അറിയിപ്പുണ്ട്. തീരദേശത്തും മലയോര മേഖലയിലുമുള്ള ജാഗ്രത തുടരണം. വടക്കൻ കേരളത്തിൽ നാളെയും മഴ മുന്നറിയിപ്പുണ്ട്. വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ അറിയിപ്പ്. അറിയിപ്പൊക്കെ നല്ലതാ, നല്ല കാര്യം, നല്ല അറിയിപ്പാണ്, മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പും ചിലർക്ക് ചിരിയായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് കരച്ചിലാണ്, മനസ്സുകൊണ്ട്. ഈ നാട് നശിച്ചു പോകുമ്പോഴും ഒരു നിമിഷമെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ എന്ന്. നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളോ നമ്മളിരിക്കുന്ന ഗെറ്റപ്പൊന്നും നമ്മുടേതല്ല. എന്നാലും സ്വന്തമായി ഒന്നുമില്ലാത്തവന്റെ അവസ്ഥ എന്ന് പറയുന്നില്ല, ആ അവസ്ഥ തന്നെയാണ് ഞാനും ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാം ഒരു വേഷമാണ്. സിനിമയിൽ പറയുന്നത് പോലെ, അഭിനയിക്കുന്നവർ പറയും പോലെ ഒരു വേഷം കെട്ടുന്നതാണ് ജീവിതമെന്ന് തിരുത്താനും അത് പറഞ്ഞു തരാനും അത് പ്രവർത്തിക്കാനും ഇന്ന് മനുഷ്യരില്ല. ന്യൂനമർദ്ദങ്ങളും കടൽക്ഷോഭങ്ങളും കൊറോണയും വസിക്കുന്ന ഒരു രോഗ സാമ്രാജ്യമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഫ്രീഡത്തിന്റെ ഒരു കുറവ് കുറേ അകലെയാണ് പല രാജ്യത്ത്. പക്ഷെ നമുക്ക് അറേബ്യ മണ്ണിൽ പോകാൻ പറ്റുന്നില്ല. മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ വിലക്ക് പോലെ എല്ലാത്തിനും പണം ആവശ്യമാണ് ഇന്നത്തെ കാലത്ത്. പക്ഷെ ആ പണം പോലും ഒരു വെള്ളത്തിൽ ഒലിച്ചു പോവാവുന്നതേ ഉള്ളൂ. പക്ഷെ ലക്ഷങ്ങളും കോടികളും ഉള്ള ഈ ലോകത്ത് നമ്മളൊക്കെ ലക്ഷങ്ങൾ മാത്രമേ ആഗ്രഹിക്കുന്നു, കോടികൾ വേണ്ട. പക്ഷെ കോടികൾ വേണമെന്ന് ചിന്തിക്കാത്തവരുമില്ല. പക്ഷെ നമുക്ക് ആഗ്രഹം സമാധാനവും സന്തോഷവുമുള്ളൊരു ജീവിതമാണ്. ആ ജീവിതം ആഗ്രഹിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ന്യൂനമർദ്ദങ്ങളും ഇത്തരത്തിലുള്ള കടക്ഷോഭങ്ങളുമൊക്കെ കാണുമ്പോൾ വളരെ നമ്മുടെ ഭൂമി ഇനിയുണ്ടോ, ഇനി എന്ത് കാപത്തകൾ വന്നു കൂടാ. പക്ഷെ എന്നാലും കുടുംബങ്ങൾക്ക് നമ്മളെ ഒറ്റപ്പെടുത്താനാണ് ആവശ്യം. ഒരു ഗ്രൂപ്പ് സ്റ്റാറ്റസ്, നമ്മളെയൊക്കെ ഒറ്റപ്പെടുത്തിക്കൊണ്ട്, നമ്മളെപ്പോലുള്ളവരെ ന്യൂ ജനറേഷൻസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, മതം
തള്ളിപ്പറയുന്നു എന്ന ഒരു അജ്ഞാതയ്ക്ക് കേട്ടുകൊണ്ട് ജീവിക്കേണ്ട പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഒരു നിലവാരം കൊടുക്കാത്ത വർഗം. സ്റ്റേറ്റ് നിയമം ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. കാരണം ലൈഫിൽ നമുക്ക് ബോറടിച്ചു തുടങ്ങി. ഒരു രാജ്യം പോലും നമുക്ക് ചുമ്മാ കാണാനുള്ള പണം നമ്മുടെ കൈകളിൽ മോണിറ്ററേഷൻ ഓണായിട്ടില്ല. എന്താ ഇത് അവസ്ഥ? കാലാവസ്ഥയുടെ അവസ്ഥയാണ്, നമ്മുടെ അവസ്ഥയാണ്. പൈസ നമ്മുടെ കൈകളിൽ എത്തുന്നില്ല, മറ്റുള്ളവർ പണക്കാരുടെ കൈകളിൽ. പക്ഷെ പണമില്ലാത്തവരായിട്ട് ജനിച്ചവരായിരുന്നില്ലല്ലോ. എൻ്റെ ഉപ്പ നല്ലൊരു പണക്കാരനായിരുന്നു, എൻ്റെ കുടുംബം നല്ല പള്ളി വളപ്പിൽ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെട്ട കുടുംബം തന്നെ. പക്ഷെ നമുക്ക് സങ്കടമാണ്. ഒരു ആക്സിഡൻറ്റിൽ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന വാഹനം അടിച്ചു എന്നതിൽ ആ ജീവിതത്തിൽ 6-ാം വയസ്സിൽ അനാഥത്വത്തിലേക്ക് തള്ളിവിട്ടവനാണ് എന്നെ. ഇപ്പം നമ്മൾ കാണുന്ന സൗകര്യങ്ങളൊന്നും സ്വന്തമാണ് എന്ന് പറയാനൊന്നുമില്ല നമുക്ക്. എനിക്ക് നഫ്സി നഫ്സി എന്ന് പറയുന്ന അറേബ്യൻ കൺട്രിയിലും ഈ നാട്ടിലും അതേ അവസ്ഥയാണ്. ജീവിക്കാൻ വഴികൾ തിരയുന്നവരാണ്.